ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് KSFE വവ്വാക്കാവ് ബ്രാഞ്ചിൽ തുടങ്ങുന്ന അടിപൊളി ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ നമ്മൾക്ക് ചിട്ടി നറുക്കിൽ ലഭിക്കുന്ന സമയത്ത് KSFE തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനെങ്കിൽ എത്ര രൂപ പലിശ കിട്ടും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിൽ എത്ര രൂപ ഡിവിഡൻഡ് കിട്ടും, പിന്നീട് നമുക്ക് എത്ര രൂപ അടച്ചാൽ മതി എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അതേപോലെ തന്നെ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒത്തിരി കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഈ വവ്വാക്കാവ് ബ്രാഞ്ചിന്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും വർക്കിംഗ് ഡേ ടൈമിൽ നിങ്ങൾക്ക് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് മാസം 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്. അതിൽ വരുന്നത് ഒരു നറുക്കും പ്ലസ് ഒരു 3 ലേലമാണ് ഈ ചിട്ടിയിൽ വരുന്നത്. നറുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് KSFയുടെ ഫോർമൻ കമ്മീഷൻ 5% കുറച്ച് ബാക്കി 9,50,000 രൂപയാണ് ലഭിക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ ചിട്ടിയിൽ 3 ലേലമുണ്ട്. അപ്പൊ 3 ലേലത്തിൽ പങ്കെടുത്ത് നമ്മൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമുള്ളവർക്ക് മൂന്ന് ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചിട്ടി വിളിച്ചെടുത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്. അതായത് 3 ലേലം എന്ന് പറയുമ്പോൾ ഒരു മാസം 3 ആൾക്ക് ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നറുക്കിൽ വരുന്ന സമയത്ത് ഇതിലെ എല്ലാ അംഗങ്ങളെയും നറുക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു മാസം ഒരാൾക്ക് ഫുൾ എമൗണ്ട് ലഭിക്കുന്നത് 9,50,000 രൂപയാണ് ലഭിക്കുന്നത്. 9,50,000 രൂപ ലഭിക്കുന്നു. അതേസമയം 35, അതായത് 3 ലേലം ഉണ്ടെന്ന് പറഞ്ഞു. 3 ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മാക്സിമം 35% വരെ താഴ്ത്തി വിളിക്കാനുള്ള നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 35% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 6.5 ലക്ഷവും ഇതിൽ മിനിമത്തിന് കേട്ടോ 35% താഴ്ന്ന് മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് 6.5 ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ നിങ്ങൾക്ക് 9,50,000 രൂപ വരെയും മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് 6.5 ലക്ഷവും മാക്സിമം 9,50,000 രൂപ വരെ ലഭിക്കുന്നു. അതാണ് ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പൊ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക്, കാരണം ഒരു മാസം ഒരു നറുക്കുണ്ട് എന്ന് പറഞ്ഞു, ആ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് 9,50,000 രൂപയാണ്. അങ്ങനെ 100 മാസം 100 ആളുകൾക്ക് നറുക്കിലൂടെ തന്നെ 9,50,000 രൂപ ലഭിക്കുന്നു. ചിട്ടി വിളിക്കാൻ, അതായത് എമർജൻസി ഫണ്ട് ആവശ്യമുള്ളവർക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് വിളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ചിട്ടിയിൽ നറുക്കിൽ ലഭിക്കുന്ന 9,50,000 രൂപ KSFE തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിലവിലെ പലിശ നിരക്ക് CSDTക്ക് 8.5%. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസം ലഭിക്കുന്ന പലിശ പറഞ്ഞത് 6,729 രൂപയാണ്. നമുക്ക് 2,250 രൂപ ഡിവിഡൻഡിൽ ലഭിക്കുന്നു. അങ്ങനെ നറുക്കിൽ ലഭിച്ച ഒരാൾ KSFE തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം 9 ലക്ഷം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 3-ാമത്തെ മാസം മുതൽ 1,021 രൂപ വെച്ചിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ് ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയത്ത് നിങ്ങൾക്ക് 9 ലക്ഷം രൂപ നിങ്ങൾക്ക് ജാമ്യം കൊടുത്ത് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം 100 മാസം കൊണ്ട് നമ്മൾ അടച്ചു കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. നറുക്കിൽ ലഭിക്കുമ്പോൾ നമുക്ക് 9 ലക്ഷം രൂപ ലഭിക്കുന്നു. അത് 100 മാസം കൊണ്ട് നമുക്ക് അടച്ചു കൊടുത്താൽ മതി. നമ്മളൊരു ലോണിലൊക്കെ പോകുന്ന സമയത്ത് എത്ര രൂപ പലിശ വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ഈ 10,000 രൂപ വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 10 ലക്ഷത്തിന്റെ ചിട്ടി. അപ്പൊ അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ 1,021 നിങ്ങൾക്ക് 3-ാം മാസം മുതൽ അടച്ചാൽ മതി എന്ന് പറയാൻ കാരണം എന്നും കൂടി ഒന്ന് വ്യക്തമാക്കി തരാം. ആദ്യത്തെ ലേലത്തിൽ തന്നെ നറുക്കിൽ ലഭിക്കുന്ന ആള് KSFE തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ മാസമാണ്. അതായത് ആദ്യത്തെ മാസത്തിൽ നിങ്ങൾക്ക് നറുക്കിൽ 9 ലക്ഷം ലഭിച്ചു. 2-ാമത്തെ മാസം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3-ാം മാസം മുതലാണ് പലിശ ലഭിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് 9,50,000 രൂപ KSFE തന്നെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ പലിശ നിരക്ക് പറയുന്നത് 8.5%.
CSDT. അതായത് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധ്യത എത്രണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഈ 8% പലിശ എന്ന് പറയുന്നത് CSDT. അപ്പോൾ ഒരു വർഷത്തെ പലിശ വരുന്നത് നിങ്ങൾക്ക് 80,750 രൂപയാണ് ലഭിക്കുന്നത്. അത് 80,750 രൂപ 12 മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 6,729 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ 6,729 രൂപ പലിശയും പ്ലസ് 2,250 രൂപ ഡിവിഡൻഡ്. അതായത് പറഞ്ഞല്ലോ ഈ ചിട്ടി 35% താഴ്ന്ന് മിനിമത്തിൽ പോകുന്ന സമയത്ത് ഇതിൽ എല്ലാ അംഗങ്ങൾക്കും, ഇതിൽ എത്ര അംഗങ്ങളുടെ അത്രയും അംഗങ്ങൾക്കും 2,250 രൂപ വെച്ച് ഡിവിഡൻഡ് ലഭിക്കും. ആ ഡിവിഡൻഡാണ് ഈ 2,250 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 8,979 ലഭിക്കുന്നത്. 10,000 രൂപയാണ് ഈ ചിട്ടിയുടെ അടവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച പലിശ, അതായത് 6,729 രൂപ പലിശയും പ്ലസ് 2,250 രൂപ ഡിവിഡൻഡും കഴിച്ച് ഡിവിഡൻഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 8,979 രൂപയാണ് രണ്ടും കൂടി ലഭിക്കുന്നത്. 10,000 8,979 മൈനസ് ചെയ്യുന്ന സമയത്ത് 1,021 രൂപ അടച്ചാൽ മതി. അതാണ് നമ്മൾ ഈ വീഡിയോയുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 35% ലേലത്തിൽ പോകുന്നത് വരെ 1,021 രൂപ നിങ്ങൾക്ക് മാസം അടച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ KSFയുടെ ഈ വവാക്കാവ് ബ്രാഞ്ചിലെ നോട്ടീസിലും സെയിം അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ KSF വവാക്കാവ് ബ്രാഞ്ചിലെ ഫോൺ നമ്പറും കൂടി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആ ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഈ ചിട്ടിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അടവ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തെ, അതായത് ഈ ചിട്ടിയുടെ എമൗണ്ട് മാസ അടവ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഈ 35% താഴ്ന്ന് പോകുന്ന സമയത്ത് രണ്ടാമത്തെ അടവ് വരുന്നത് 7,750 രൂപയാണ്. അതായത് 2,250 നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നത്. അത് കുറച്ചിട്ട് ബാക്കി 7,750 രൂപ വെച്ച് അടച്ചാൽ മതി. ഈ ചിട്ടിയുടെ വേറെ പ്രത്യേകത പറയുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്, നറുക്ക് ലേല ചിട്ടിയാണ്. അപ്പോൾ ഒരു നറുക്ക് 3 ലേലം വരുന്നത്. ഇത് ഒരു ഡിവിഷനിൽ വന്നിട്ട് 100 ആളുകളാണ് വരുന്നത്. ഒരു ഡിവിഷനിൽ 100 ആളാണ്. 4 ഡിവിഷനിലും കൂടി 400 ആളുകളാണ് ഈ ചിട്ടിയിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത് വിളിച്ചെടുക്കാം. അല്ല നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ നറുക്കിന്റെ ചോയ്സിൽ, അതായത് നറുക്ക് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നറുക്കിലും കൂടി നമ്മൾക്ക് ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫണ്ട് എമർജൻസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നറുക്കിൽ ലഭിക്കുന്ന ആൾ KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് KSF വവാക്കാവ് ബ്രാഞ്ചിൽ തുടങ്ങുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് ഈ ചിട്ടി ആരംഭിക്കുക എന്നാണ് ആ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.